ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ 8, ഒന്നാമത്തെ വായനാഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം. 9-ാം അധ്യായത്തിൽ ഇയ്യോബ് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളുടെ തുടർച്ചയായി തന്നെയാണ് 10-ാം അധ്യായത്തിൽ. അപ്പം 9-ാം അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ ഞാൻ തെറ്റുകാരനല്ല എന്ന് പറയുകയും ദൈവത്തിന് മുമ്പിൽ ആരും നീതിമാനാകുന്നില്ല എന്ന് പറയുകയും ദൈവത്തിനും എനിക്കും മധ്യേ എൻ്റെ ന്യായവിസ്താരം നടത്താൻ ഞാനൊരു ആള് ഞങ്ങളുടെ ഇടയിൽ ഇല്ല എന്നും ഒക്കെ പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ നമ്മൾ വീണ്ടും 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ്: എൻ്റെ ജീവൻ എനിക്ക് വെറുപ്പായി തോന്നുന്നു, ഞാൻ എൻ്റെ സങ്കടം തുറന്നു പറയും, എൻ്റെ മനോവ്യസനത്തിൽ ഞാൻ സംസാരിക്കും. ആരോട്? ദൈവത്തോട്. താഴെ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തോട് പറയും, എന്നെ കുറ്റം വിധിക്കരുതേ, എന്നോട് കുറ്റം വിധിക്കരുതേ, ദൈവത്തോട് പറയും. അപ്പം ഇവിടെ ഒരു പ്രാർത്ഥനയുടെ ഒരു വാക്കുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അതിൻ്റെ കൂട്ടത്തിൽ ചോദിക്കുന്നൊരു കാര്യമാണ്, എന്നോട് വ്യവഹരിപ്പാൻ സംഗതി എന്ത്, എന്നെ അറിയിക്കണമേ. ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്ന മനുഷ്യൻ, ദൈവം സൃഷ്ടിക്കുന്നു, ദൈവം അവനെ ഇല്ലാതാക്കുന്നു, ദൈവം അവനെ ശിക്ഷിക്കുന്നു, ഒക്കെ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലുള്ള കാര്യങ്ങളാണ് എന്ന് തന്നെയാണ് അദ്ദേഹം സമ്മതിക്കുന്നത്. എൻ്റെ അകൃത്യം അന്വേഷിപ്പാനും എൻ്റെ പാപത്തെ ശോധന ചെയ്യാനും ഞാനും അങ്ങും ഒക്കെ മനുഷ്യരാണോ? മനുഷ്യൻ ചെയ്യുന്നത് പോലെ അങ്ങേക്ക് ഇത് ചെയ്യാൻ പാടില്ലല്ലോ. ദൈവമേ, എന്താണ് എൻ്റെ കുറ്റം? അതെന്നോട് പറയണമെന്നാണ്. ഞാൻ കുറ്റക്കാരനല്ല എന്ന് നീ അറിയുന്നു, നിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ കുറ്റക്കാരനല്ല എന്ന് ദൈവമേ അങ്ങേക്ക് അറിയാം. അങ്ങനെ ആയിരുന്നാലും അങ്ങയുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ ദുഷ്ടനാണെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. പക്ഷേ നീതിമാനായിരുന്നാലും തല ഉയർത്തേണ്ടതല്ല. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? ദുഷ്ടനാണെങ്കിൽ ശിക്ഷയുണ്ട്, അല്ലെങ്കിൽ തെറ്റുകാരനാണ്, കുറ്റം ഉണ്ട്. എന്നാൽ നീതിമാനാണ് എന്ന് പറഞ്ഞ് ഗർവ് കാണിക്കാനും നീതിമാനാണെന്ന് പറഞ്ഞ് തല ഉയർത്തി ഗമ കാണിക്കാനും ഇരുന്നാൽ അത് മറ്റൊരു കുറ്റമായി മാറും. വാക്യം ഇങ്ങനെയാണ്: ഞാൻ ദുഷ്ടനെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, നീതിമാനായിരുന്നാലും ഞാൻ തല ഉയർത്തേണ്ടതല്ല, ലജ്ജാപൂർണനായി ഞാൻ എൻ്റെ കഷ്ടത കാണുന്നു. അപ്പോൾ അങ്ങനൊരു ബോധം ഇയ്യോബിനെ സംബന്ധിച്ചുണ്ട് എന്നുള്ള വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയും ഇയ്യോബിനെ തിരിച്ചറിയുന്നൊരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഞാൻ കുറ്റക്കാരനല്ല, ഞാൻ നീതിമാനാണ്, ഞാൻ നന്മകൾ ചെയ്യുന്നവനാണ്, തെറ്റുകൾ കുറ്റങ്ങളും വന്നാൽ മക്കൾക്ക് വേണ്ടി യാഗം കഴിക്കുന്നവനാണ്. ഇങ്ങനെയൊക്കെ ഒരു ചിന്ത ഇയ്യോബിനെ കുറിച്ച് തന്നെ ഉണ്ട് എന്ന് നമുക്ക് ഇന്ന് വാക്കുകളിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ അദ്ദേഹം വാക്കുകൊണ്ട് തന്നെ അത് തിരിച്ചറിവിനെ സമ്മതിക്കുന്ന വാക്കുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു ചുരുക്കം ഇതാണ്: എൻ്റെ ജീവകാലത്ത് ഞാനിതാ ഈ കഷ്ടമൊക്കെ അനുഭവിക്കുന്നു, ഞാൻ ഇല്ലാതെയായിരുന്നെങ്കിൽ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് ഇത് സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ്. സഹിക്കാൻ കഴിയാത്ത വിധം എനിക്കിതായിരിക്കുന്നു. എൻ്റെ ജീവകാലം ചുരുക്കമല്ലയോ? വെളിച്ചം അർദ്ധരാത്രി പോലെയും ഉള്ള ദേശത്തേക്ക് ഞാൻ പോവും, അതായത് മരിച്ചു പോവും. എന്നാൽ ഞാൻ ഒരല്പം ആശ്വസിക്കേണ്ടതിന് എൻ്റെ മരണത്തിന് മുമ്പ്, എൻ്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ദൈവമേ അന്ന് എന്നെ വിട്ടുമാറണമെന്നാണ്. അങ്ങ് ഇത് മതിയാക്കി, എന്നെ ശിക്ഷിക്കുന്നത് മതിയാക്കി, ഒന്ന് വിട്ടുമാറണമേ, ഞാനെന്ന് ആശ്വസിച്ചോട്ടെ. എനിക്ക് വേഗത്തിൽ മരിക്കുന്നതിൽ എനിക്ക് പ്രയാസമില്ല. പക്ഷേ എനിക്ക് ആ മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ മരിച്ചു പോകാതെ ചെറിയൊരു ആശ്വാസകാലം ലഭിച്ചിട്ട് ഞാൻ മരിച്ചെങ്കിൽ നന്നായിരുന്നു എന്നൊരു പ്രാർത്ഥനയാണ് ഇവിടെ പ്രാർത്ഥനയും പരിഭവവും ഒക്കെ കലർന്ന ഒരു വികാരത്തിലാണ് ഇവിടെ ഇയ്യോബിൻ്റെ വാക്കുകൾ നമുക്ക് വായിക്കുന്നത്. അതാണ് ഇയ്യോബിൻ്റെ വാക്കിലൂടെ അവസാനിക്കും. നാളെ 11-ാം അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്ത് സംസാരിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത് നാളെ. രണ്ടാമത്തെ വായനാഭാഗം മീഖാ പ്രവചനം 6-ാം അധ്യായം. എൻ്റെ തുടക്കം നമ്മളിങ്ങനെ വായിക്കുന്നു: യഹോവ അരുളി ചെയ്യുന്നത് കേൾപ്പിൻ. എന്നിട്ട് പറയുകയാണ്, നീ എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുമ്പാകെ വ്യവഹരിക്കാം, കുന്നുകൾ നിന്റെ വാക്ക് കേൾക്കട്ടെ. പർവ്വതങ്ങളും ഭൂമിയുടെ സ്ഥിരമായ അടിസ്ഥാനവുമായുള്ളവേ, യഹോവയുടെ വ്യവഹാരം കേൾപ്പിൻ. യഹോവയ്ക്ക് തൻ്റെ ജനത്തോട് വ്യവഹാരമുണ്ട്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്.
യഹോവയ്ക്ക് തൻ്റെ ജനത്തോടൊരു വ്യവഹാരമുണ്ട്. ദൈവം ഇസ്രായേലിനോട് വാദിക്കും. എന്നിട്ട് താഴോട്ട് ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്ന രീതിയിൽ ഇവിടെ മീഖാ പ്രവചനം എഴുതി വെച്ചിരിക്കുകയാണ്. എൻ്റെ ജനമേ, ഞാൻ നിന്നോട് എന്ത് ചെയ്തു? ഏതിനാലും ഞാൻ നിന്നെ മുഷിപ്പിച്ചു. എൻ്റെ നേരെ സാക്ഷീകരിക്കുക. ശരി, മറുപടി പറയാം. ഞാൻ നിന്നെ എങ്ങനെയാണ് ഇതിനെ വിഷമിപ്പിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് മുഷിപ്പിച്ചിട്ടുള്ളത്? മറുപടി പറ. ഞാൻ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്ന് വീണ്ടെടുത്തു. മോശയെയും അഹരോനെയും മിരിയാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. എൻ്റെ ജനമേ, നിങ്ങൾ നീതി പ്രവർത്തികൾ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലോക്ക് ആലോചിച്ചതും ബയോറിന്റെ മകനായ ബിലെയാം ഉത്തരം പറഞ്ഞതും സിത്തീം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചു ഓർക്കുക. ഇതൊക്കെ ഈ ജനത്തെ ശപിക്കാൻ വേണ്ടിയിട്ട് ബാലാക്ക് ബിലെയാമിനെ കൊണ്ടുവന്നതും ആ ബിലെയാമിൻ്റെ വായിൽ നിന്ന് ശാപത്തിന് പകരം ബിലെയാം പോലും അറിയാതെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പൊഴിഞ്ഞതും ഒക്കെ ഓർക്കാനാണ് ഈ പറയുന്നത്. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പാകെ കുമ്പിടേണ്ടു എന്ന് ഇത് ജനം പറയും. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലണോ? അതോ 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദികളിലും ഒക്കെ ദൈവം പ്രസാദിക്കുമോ എന്നൊക്കെ വേണ്ടി ചോദിക്കാൻ. എൻ്റെ അതിക്രമത്തിന് ഞാൻ എൻ്റെ ആദ്യജാതനെ യാഗം കഴിക്കണോ? ഞാൻ എന്ത് ചെയ്താലാണ് ദൈവത്തിന് പ്രസാദിക്കുക എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളിങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ദൈവത്തിൻ്റെ പാപക്ഷമയ്ക്ക് വേണ്ടി ഞാൻ എന്ത് കൊടുക്കണം, എത്ര വിലയുള്ളത് കൊടുക്കണം, എത്ര ആടുകളെ കൊടുക്കണം, എത്ര യാഗം കഴിക്കണം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. മനുഷ്യ, നല്ലതെന്തും ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ എന്നോട് ചോദിക്കുന്നത്. ഇവിടെ ദൈവം തൻ്റെ പുറപ്പാട് മുതലുള്ള കൽപ്പനകളിലെല്ലാം ദൈവം പറയുന്നത് ഇതാണ്: ദയാതൽപരനായിരിക്കാനും ന്യായം പ്രവർത്തിപ്പാനും. ഇവരത് ചെയ്യുന്നില്ല. അതിൻ്റെ ഭാഗം താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, കള്ളയളവ്, കള്ളത്തുലാസ്, കള്ളപ്പടികൾ, ഇതൊക്കെ ആണ് ദുഷ്ടൻ ചെയ്യുന്ന പണികൾ. ദുഷ്ടൻ എന്ന് പറഞ്ഞാലും ഇവർ ഇസ്രായേലിലായ ദുഷ്ടരാണ്, അല്ലാതെ ഇസ്രായേലിൻ്റെ പുറത്തുള്ള ദുഷ്ടനല്ല. യഹോവയെ ഭയപ്പെടുന്നതാണ് ജ്ഞാനം എന്നിവിടെ വായിക്കുന്നുണ്ട് എൻ്റെ 9-ാമത്തെ വാക്യത്തിൽ. എൻ്റെ നാമത്തെ ഭയപ്പെടുന്നത് തന്നെ ജ്ഞാനമാകുന്നു. വടിയെയും അതിനെ നിയമിച്ചവനെയും ശ്രദ്ധിപ്പിക്കുന്നു. വടി എന്ന് പറയുമ്പോൾ ശിക്ഷയാണ്. ശിക്ഷയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ രക്ഷയെ സംബന്ധിച്ചുള്ള നിയമം നൽകിയവനുമായ ദൈവത്തെ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ഈ തെറ്റുകുറ്റങ്ങളെല്ലാം ഇവരിലുണ്ട്. അപ്പോഴാണ് ദൈവം പറയുന്നത്, എന്താണ് ഞാൻ നിന്നൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാനൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും. ഇതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. എന്താണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്? കാളകളും ആടുകളും ഒന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നില്ലല്ലോ. ഒന്നും ആവശ്യമില്ല. മറിച്ച് ഈ ഒരു കാര്യം ചെയ്താൽ മതി എന്നാണ്. എന്നിട്ട് നിങ്ങൾ ഈ കൂടെയുള്ളവരെ, സഹജീവികളെ, നിങ്ങളെക്കാളും ബലഹീനരായവരെ, സമൂഹത്തിലെ പാവപ്പെട്ടവരെ നിങ്ങൾ ചൂഷണം ചെയ്യുന്നു. നിങ്ങൾ അവരുടെ മുമ്പിൽ ന്യായം മറിച്ച് കളയുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കഠിനമായി ദണ്ഡിപ്പിക്കും. നിന്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ശൂന്യമാക്കും. നീ ഭക്ഷിക്കും, തൃപ്തി വരികയില്ല. വിശപ്പടങ്ങുകയുമില്ല. നീ നീക്കി വയ്ക്കും, ഒന്നും സ്വരൂപിക്കുകയില്ല താനും. നീ സ്വരൂപിക്കുന്നത് ഞാൻ വാളിന് ഏൽപ്പിച്ചു കൊടുക്കും. നീ വിതയ്ക്കും, കൊയ്യുകയില്ല. നീ ഒലിവുകായ് ചവിട്ടും, എണ്ണ പൂശുകയില്ല. മുന്തിരിപ്പഴം ചവിട്ടും, വീഞ്ഞു കുടിക്കുകയില്ല താനും. ഞാൻ നിന്നെ ശൂന്യവും നിന്റെ നിവാസികളെ പരിഹാസ വിഷയവുമാക്കേണ്ടതിനും ആക്കുമെന്നാണ്. അങ്ങനെ ആക്കും. നമ്മൾ പിന്നീടുള്ള അധ്യായങ്ങളൊക്കെ അല്ലെങ്കിൽ പിന്നീടുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേലിനെയും യഹൂദയെയും ശൂന്യമാക്കി, പരിഹാസ വിഷയമാക്കി, അവരെ ഈ ദേശത്തു നിന്ന് ഒഴിപ്പിച്ച്, ആരെങ്കിലും നോക്കിയാൽ അയ്യോ ഈ ജനം എങ്ങനെ ആയിപ്പോയതിന് കാരണം എന്ത് പ്രതാപത്തോടെ മഹിമയോടെ ജീവിച്ചിരുന്ന മനുഷ്യരാണ്. അതുപോലെ തന്നെ ആലയത്തെ സംബന്ധിച്ച് നോക്കിയാൽ, എൻ്റെ കോട്ടയെ സംബന്ധിച്ച് നോക്കിയാൽ, ലോകത്തിലെ ഏറ്റവും ഉന്നതമായിരുന്ന ഒരു ആലയം നശിപ്പിക്കപ്പെട്ടല്ലോ എന്നത് സംഭവിച്ചത്. ദൈവം പറഞ്ഞ കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പിന്നീടുള്ള സന്ദർഭങ്ങളിൽ നമുക്കറിയാൻ കഴിയും. നിങ്ങൾ എൻ്റെ പ്രമാണമല്ല, ഒമ്രിയുടെയും ആഹാബിൻ്റെയും ചട്ടങ്ങളും പ്രമാണങ്ങളുമാണ് നിങ്ങൾ പാലിക്കുന്നത്. ഒമ്രി എന്ന് പറയുന്നത് ഏല എന്നൊരു ഇസ്രായേൽ രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനെ കൊന്നിട്ടാണ് ഒമ്രി രാജാവാകുന്നത്.
സിമ്രി രാജാവാകുന്നത്. സിമ്രിയെ ആളുകളെല്ലാം കൂടെ തീർത്തിട്ട് ഒമറിയെ രാജാവാക്കി. ഒമറി ഈ സിമ്രിയെ പിടിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്ക് സിമ്രി തൻ്റെ വീട്ടിനകത്ത് കയറി മൊത്തം തീയിട്ട് ആത്മഹത്യ ചെയ്യാണ്. ഒമറിയുടെ മകനാണ് ആഹാബ്. അവിടെ എഴുതിയിരിക്കുന്ന ഒമറിയുടെ ചട്ടങ്ങളും ആഹാബ് ഗ്രഹത്തിൻ്റെ സകല പ്രവൃത്തികളും. ഒമറിയും ഒമറിയുടെ മകനായ ആഹാബും, ആഹാബ് രാജാവിൻ്റെ കാര്യം അറിയാമല്ലോ. ആഹാബിൻ്റെ ഭാര്യ ഇസബലും കൂടി ഈ ദേശത്തെ എന്തുമാത്രം ദുഷിപ്പിച്ചു, അല്ലെങ്കിൽ എന്തുമാത്രം തെറ്റിലേക്ക് നയിച്ചു. അവരുടെ കാലം ഇസ്രായേലിൻ്റെ മൊത്തം കാലത്തിലെ ഏറ്റവും ദുഷ്കാലമാണ്. ഈ ആഹാബും ഒക്കെ ഒമറിയൊക്കെ ഇസ്രായേലരാണെങ്കിലും ഈ ഇസബല് സീദോന്യ രാജാവിൻ്റെ മകളാണ്. സീദോന്യ സ്ത്രീയാണ്. അപ്പോൾ സീദോനിലെ ദൈവങ്ങളും സീദോനിലെ ചട്ടങ്ങളും സീദോനിലെ പുരോഹിതന്മാരും ഒക്കെയാണ് ഇവിടെ. എന്നാൽ അവർക്ക് മേളിലൊരു ഇത് പ്രാപിക്കാൻ ആഹാബ് ചെയ്തില്ല. ആഹാബ് ആ സ്ത്രീയുടെ ഇഷ്ടപ്രകാരം സ്ത്രീ ചെയ്ത കാര്യങ്ങളും സ്ത്രീയുടെ ദൈവങ്ങളും സ്ത്രീയുടെ പുരോഹിതന്മാരും ഒക്കെ ആയിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ദേശം മുഴുവൻ അടുത്ത തലമുറകൾ 1-2 തലമുറയൊക്കെ ആകുമ്പോഴത്തേക്ക് പുതിയ കുഞ്ഞുങ്ങളും മനുഷ്യരൊക്കെ ജനിച്ചു വരുമ്പോൾ അവരൊക്കെ യഹോവൻ ദൈവത്തെ അറിയുന്നത് പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ്. അവരറിയുന്നത് ഈ അന്യദൈവങ്ങളെയാണ്. അപ്പം അങ്ങനെ അവരെ തെറ്റായ വഴിയിലേക്ക് നടക്കാനിടയാക്കിയ ഒമ്രിയും ആഹാബും അതുപോലെയുള്ള ഒരുപാട് രാജാക്കന്മാർ, രണ്ടുപേരുടെ പേരെ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ അവർ ഇത് ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് ഇവരെ അകറ്റി നിർത്തിയവരുടെ ഒരുപാട് രാജാക്കന്മാരുടെ പ്രതിനിധികളാണ്. ആ തരത്തിലാണ് നിങ്ങൾ അവരുടെ പ്രമാണങ്ങളാണ് അനുസരിച്ച് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ശിക്ഷിക്കാതെ വിടുകയില്ല, നിങ്ങളെ കഠിനമായി ദണ്ഡിപ്പിക്കും എന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ ഈ മീഖ 6-ാം അധ്യായത്തിൽ വായിക്കുന്നത്. 3-ാമത്തെ വായന ഭാഗം യാക്കോബിൻ്റെ സുവിശേഷം. യാക്കോബ് എന്ന മലയാളത്തിൽ കാണുന്നത്, ഇംഗ്ലീഷിൽ ബൈബിളിൽ ജെയിംസ് എന്നാണ് നമ്മൾ കാണുന്നത്. 2-ാമത്തെ അധ്യായം. വീണ്ടും ചില വിശ്വാസത്തിന് യോഗ്യമായ പ്രവർത്തികളെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ് യാക്കോബ്. യേശുക്രിസ്തുവിൻ്റെ സഹോദരനാണെന്ന് ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടാവുമല്ലോ. നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളാരാണ്? തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ. അപ്പോൾ തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ. അപ്പം യേശുക്രിസ്തു എങ്ങനെയാണ്? യേശുക്രിസ്തു മുഖപക്ഷം കാണിച്ചിരുന്നല്ല. എല്ലാവരെയും ആവശ്യക്കാരെയും എല്ലാം ഒരുപോലെ സഹായിക്കുകയും ഉള്ളവനെയും ഇല്ലാത്തവനെയും ദരിദ്രനെയും സമ്പത്തുള്ളവനെയും ഒക്കെ സുവിശേഷം അറിയിക്കുന്നതിലൊന്നും ഒരു വ്യത്യാസം വെച്ചിരുന്നില്ല യേശുക്രിസ്തു. നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. അതിൻ്റെ ഉദാഹരണം പറയുന്നത്, നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചു വരുന്നു, പൊന്മോതിരം ഇട്ടും കൊണ്ടൊരുത്തം വരുന്നു. വേറൊരുത്തൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചും ദരിദ്രനുമായി വന്നാൽ നിങ്ങൾ മോടിയുള്ളവനോട് പറയും, ഇവിടെ ഇരുന്നാട്ട്, ഈ കസേരയിലോട്ട് ഇരുന്നാട്ട് എന്ന് പറഞ്ഞിട്ട് മറ്റവനോട് നീ ആ തറയിലോട്ടിരിക്കുക എന്ന് പറയുന്ന അവസ്ഥ. രണ്ടുപേരും വിശ്വാസികളാണ്. ഈ വന്ന രണ്ടുപേരും വിശ്വാസികളാണ്. രണ്ടുപേരും ആ ദേവാലയത്തിലേക്ക് വന്നവരാണ്. അതിൽ ഒരുവൻ സമ്പത്തുള്ളവനായതുകൊണ്ട് അവനെ കസേരയിലിരുത്തുകയും മറ്റവനോട് നീ തറയിലോട്ടിരിക്കാൻ പറയുകയും അത് ചെയ്യരുത്, നിങ്ങൾ ദരിദ്രനെ അവമാനിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ അവിടെ യാക്കോബ് അദ്ദേഹം ഒരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് ധനവാന്മാർ നിങ്ങളെ പീഡിപ്പിക്കുന്നു, അവരാണ് നിങ്ങളെ ന്യായാസനങ്ങളിൽ കഴിച്ചുകൊണ്ട്. അപ്പോൾ ഈ ധനവും അഭിമാനവും അതുപോലുള്ള ഉയർന്ന നിലവിലും ഒക്കെ നമ്മളെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. അത് നമുക്കും വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ ബഹുമാനിക്കുന്നതും താഴ്ന്ന ആളുകളെ പുച്ഛിക്കുന്നതുമൊക്കെ. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായിത്തീരുന്നു എന്നും അദ്ദേഹം ഇവിടെ എഴുതുന്നുണ്ട്. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് തിരുവെഴുത്തിനൊത്തവണ്ണം രാജകീയ രാജപ്രമാണമാണ് ഈ ബൈബിൾ. രാജകീയ രാജപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. നിങ്ങൾ ലംഘനക്കാർ എന്ന് ന്യായപ്രമാണത്താൽ തെളിയുന്നു. വ്യഭിചാരം ചെയ്തുതരുന്നെന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്യരുതെന്നും കൽപ്പിച്ചിരിക്കുന്നു. ബാക്കിയെല്ലാം ചെയ്യുന്നില്ല, എല്ലാം കൃത്യമായി അനുസരിക്കുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ തെറ്റുന്നുവെങ്കിൽ എല്ലാത്തിലും തെറ്റിയെന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്തിൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. സ്വാതന്ത്ര്യത്തിൻ്റെ നേരത്തെ ഉള്ളത് ന്യായപ്രമാണം സ്വാതന്ത്ര്യത്തിൻ്റെ അല്ല, അത് ഒരു അടിമത്തത്തിൻ്റെ അല്ലെങ്കിൽ അത് ഒരു ഭയങ്കരമായ ഒരു പീഡനത്തിൻ്റെ ഒക്കെ ആയിരുന്ന ന്യായപ്രമാണത്തിലായിരുന്ന നിങ്ങളെ സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ആ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും.
കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത കരുണ പ്രവൃത്തിയാണ്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ് കരുണ. ആ കരുണയില്ലാത്തവന് കരുണയില്ലാത്ത ന്യായവിധി തന്നെ ഉണ്ടാകും എന്നും പറയുകയാണ്. പിന്നെ പലപ്പോഴും നമ്മൾ കാണുന്നത് കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. അതായത് നമ്മൾ കരുണ കാണിക്കുന്നത് കൊണ്ട്, ദരിദ്രർക്ക് കൊടുക്കുന്നത് കൊണ്ട്, ദരിദ്രരെ കാക്കുന്നതുകൊണ്ട്, അവരെ ബഹുമാനിക്കുന്നതുകൊണ്ട്, അവരെ തള്ളിക്കളയാതിരിക്കുന്നതുകൊണ്ടൊക്കെ, അപ്പോൾ അവർക്ക് കൊടുക്കുന്നത്, അവർക്ക് ചെയ്യുന്നതൊക്കെ നീ എനിക്ക് ചെയ്തതുപോലെയെന്ന് ക്രിസ്തുവും പറഞ്ഞ് നമ്മുടെ മുമ്പിലുണ്ട്. അല്ലെങ്കിൽ അത് ദൈവത്തിന് ചെയ്യുന്നത് പോലെ, ദൈവത്തിന് കടം കൊടുക്കുന്നത് പോലെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ആ കാര്യം നമ്മളുടെ കുറ്റങ്ങൾക്ക് ശിക്ഷയ്ക്ക് ഒരു ഇളവിന് സാധ്യതയുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ക്രിസ്തുവും അങ്ങനെ തന്നെയാണ് നമ്മളോട് പറയുന്നത്. അവരിവിടെ വായിക്കുന്നത് കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരുത്തിന് വിശ്വാസമുണ്ടെന്ന് പറയുന്നു, എന്നിട്ട് പ്രവൃത്തി ഇല്ലായിരുന്നാൽ എന്താണ് ഉപകാരം? എന്ത് ഗുണം? ആ വിശ്വാസത്തിൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ അവർക്ക് ഉടുക്കാനില്ല, തീരെ നഗ്നരും അഹോവൃത്തിക്ക് ആയിരിക്കെ നിങ്ങൾ പറയുകയാണ് അവരോട് പോയി സമാധാനത്തോടെ തീ കായുകയും വിശപ്പെടുക്കുകയും ചെയ്യുന്നു. അതിന് കൊടുക്കാതെ പറയുകയാണ്, നിങ്ങൾ പോയി ആഹാരം കഴിച്ചിട്ട് തീയൊക്കെ കാഞ്ഞ് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞയച്ചാൽ എന്ത് കാര്യം? അവർക്കതില്ല. അപ്പോൾ അവർക്ക് അത് കൊടുക്കാതെ, അവർക്ക് ആഹാരം കൊടുക്കാതെയും ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ള വസ്ത്രം കൊടുക്കാതെ ഇരുന്നിട്ട് നിങ്ങൾ എത്ര വിശ്വാസി എന്ന് പറഞ്ഞിട്ട് അവരോട് ആശ്വാസം പറയാണ്, നിങ്ങൾ പോയി ആഹാരം കഴിച്ചിട്ട് വെയിലൊക്കെ ചൂടൊക്കെ കാഞ്ഞിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞാൽ അവർക്കതില്ല. അപ്പം അത് ചെയ്തു കൊടുത്തിട്ട് വേണം അത് പറയാൻ എന്നുള്ളതാണ്. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളല്ലാത്തതായതുകൊണ്ട് സ്വതവേ തന്നെ നിർജ്ജീവമാകുന്നു. അപ്പോൾ ഒരുത്തൻ പറയാണ്, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് ചിലപ്പോൾ ഒരാൾ പറഞ്ഞാൽ, അപ്പോൾ അവനോട് പറയാം, നിൻ്റെ പ്രവൃത്തികൾ വിശ്വാസം കൂടാതെ കാണിച്ചു തരിക. നിൻ്റെ വിശ്വാസം പ്രവൃത്തി കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അവിടെ ഏതായിരിക്കും എളുപ്പം എന്നുള്ളതാണ്. നിൻ്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ പ്രവൃത്തികൾ കൂടാതെ വിശ്വാസം കാണിച്ചു തരാൻ ഒക്കില്ല എന്നാണ് അവർ പറയുന്നത്. പ്രവൃത്തികൾ കൂടാതെ അപ്പോൾ വിശ്വാസം ഉള്ളവരിൽ നിന്ന് ആ വിശ്വാസത്തിൻ്റെ യോഗ്യമായ പ്രവൃത്തി വരും. അതാണ് ഞാൻ ഇന്നലത്തെ അധ്യായത്തിൽ ഒരുത്തനെ നോക്കിയിരുന്നാൽ, ഒരുത്തനെ ശ്രദ്ധിച്ചാൽ അവനൊരു യഥാർത്ഥ വിശ്വാസിയാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ അവൻ്റെ പ്രവൃത്തി, അവൻ്റെ വർത്തമാനം, അവൻ്റെ രീതികളൊക്കെ ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും. അപ്പം അങ്ങനെ ഒരു വിശ്വാസിയാണോ എന്നുള്ളതിന് നമുക്ക് തെളിവ് നമ്മുടെ പ്രവൃത്തിയിൽ വേണം. ഉണ്ടായിരുന്നാൽ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന ഒരാളിനെ നോക്കിയിട്ട് അവൻ്റെ വിശ്വാസിയാണെന്ന് പറയാൻ അവൻ പ്രവൃത്തി ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ പ്രവൃത്തി വരും. അപ്പോൾ പ്രവൃത്തി വരുമ്പം അതിൽ നിന്ന് അവൻ്റെ വിശ്വാസത്തെ കാണിക്കപ്പെടും എന്നുള്ളതാണ്. നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചത് പ്രവൃത്തിയാലാണ്. അപ്പോൾ പ്രവൃത്തിയാണ് നടന്നത്. ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ കൊണ്ടുവരുന്നത്, അവിടെ കെട്ടിവയ്ക്കുന്നതും കത്തിയെടുക്കുന്നതും ഒക്കെ പ്രവൃത്തികളാണ്. പല പ്രവൃത്തികളുടെ ഒരു സംക്ഷിപ്തമാണ്. എല്ലാം എന്തിലേക്കാണ്? ആ യാഗത്തിലേക്കാണ് പോകുന്നത്. ആ യാഗത്തിന് മുമ്പ് പല കാര്യങ്ങൾ ചെയ്താലേ യാഗം നടക്കില്ല. ആ യാഗത്തിന് വേണ്ടി കത്തി ഉയർത്തുന്നു. അത് നടക്കുന്നത് യാഗമാണ്. ഒറ്റ വാക്കുകൾ പറഞ്ഞ് യാഗം എന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. പക്ഷെ അതിലേക്ക് വേണ്ടി പല പ്രവൃത്തിയുണ്ട്. അപ്പോൾ അവിടെ അബ്രഹാം തൻ്റെ മകനെ പ്രവൃത്തിയാൽ അല്ലയോ അവിടെ ചെയ്തത്. അപ്പോൾ അവിടെ എന്തെല്ലാം സംഭവിച്ചു? അബ്രഹാമിൻ ചെയ്ത പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടു. പക്ഷെ പറയുന്നത് എന്താണ്? വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഒരു പ്രവൃത്തി ചെയ്യുകയും ആ പ്രവൃത്തി ചെയ്തതിൻ്റെ അനന്തരഫലമാണ് ദൈവം പറയുന്നത്, അബ്രഹാമായി ബാലിന് മേൽ കൈവയ്ക്കരുത്, നീ എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകും എന്നുള്ളത് ഞാനിന്ന് അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്. അതും ദൈവത്തിന് അറിയാത്ത കാര്യമാണോ? ദൈവത്തിന് അതും അറിയുന്ന കാര്യമാണ്. ഈ ഒരു പരീക്ഷയിലേക്ക് അബ്രഹാമിനെ കടത്തിവിടേണ്ട കാര്യമില്ല. പിന്നെ എന്തിനാണ് ആ പരീക്ഷ നടന്നത്? ആ പരീക്ഷ നടന്നത് പിന്നെ ജീവിച്ച് മരിച്ച, ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളെപ്പോലെയുള്ള വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ്. ആ പരീക്ഷ അവിടെ ഒരു പ്രവൃത്തി അവിടെ നടന്നത്. അല്ലെങ്കിൽ അബ്രഹാം ഇത് ചെയ്യുമെന്നുള്ള കാര്യം ദൈവത്തിന് നന്നായിട്ട് അറിയാം. അബ്രഹാമിന് ഒരു പരീക്ഷ നടത്തേണ്ട കാര്യമില്ല. അബ്രഹാം അവിടെ പറയുന്നത്, നീ നിന്നെ തന്നെ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന എന്തും ചെയ്യും നീ എന്ന് ഞാൻ അറിയുന്നു എന്നാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷമല്ല ദൈവത്തിന് അത് അറിയാവും. ദൈവത്തിന് നേരത്തെ അറിയാം. പക്ഷേ അത് നമുക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പ്രവൃത്തിയോട് വെച്ചിരുന്നത്. അവിടെ എന്ത് പ്രവൃത്തിയാണ് കണ്ടത്? സ്വന്തം മകനെ യാഗം കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രവൃത്തി. അപ്പോൾ സാധാരണ എന്താ സംഭവിക്കുക? അയ്യോ അങ്ങനെ ചെയ്യരുത് ദൈവമേ, എൻ്റെ ആകെ ഒരു മകനേ ഉള്ളൂ, അവനെ യാഗം കൊടുക്കരുതെന്നൊക്കെ പറയും. പക്ഷേ അവിടെ ഒരു വലിയ വിശ്വാസം അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നൊരു വലിയ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ് അവിടെ നടന്നത്. എന്തായിരിക്കാം ആ വിശ്വാസം? എൻ്റെ മകനെ യാഗമായി കൊടുക്കേണ്ടി വരില്ല എന്നുള്ള കാരണത്തിൽ
നിനക്ക് ഞാൻ എൻ്റെ മകൻ തരും. അത് പിന്നെ ഇസ്മായിലല്ല, ഇസ്ഹാക്ക് തന്നെയാണ് നിനക്ക് വാഗ്ദത്ത പ്രകാരം ജനിക്കാനിരിക്കുന്ന സന്തതി. ഈ സന്തതി മുഖാന്തരം ഞാൻ ഭൂമിയെ അനുഗ്രഹിക്കണം, സകല മനുഷ്യർ അനുഗ്രഹിക്കപ്പെടും. ഈ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽത്തിലെ മണൽ പോലെ വർദ്ധിക്കും എന്ന് പറഞ്ഞ് ആ സന്തതിയെ തന്നെ യാഗമായി കൊടുക്കുമ്പോൾ അതിന് പിന്നിലൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. ആ വാഗ്ദത്തമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് യാഗമായിട്ട് ഈ തൻ്റെ മകനെ കൊടുക്കേണ്ടി വരില്ല, ദൈവം അത് ചെയ്യില്ല എന്ന് പറഞ്ഞ വിശ്വാസം, ആ വിശ്വാസം ഉണ്ടായിരുന്നിട്ടും, തീവ്രമായ വിശ്വാസം ഉണ്ടായിരുന്നിട്ടും ദൈവം പറഞ്ഞതുപോലെ ആ യാഗത്തിലേക്ക് നടക്കുകയാണ് അബ്രഹാം. അപ്പം ഇടയ്ക്ക് മകൻ ചോദിക്കുന്നു, എല്ലാം ഉണ്ട്, വാളുണ്ട്, കത്തിയുണ്ട്, തൊട്ടിയുണ്ട്, വെള്ളമുണ്ട്, വിറകുണ്ട്, എല്ലാം ഉണ്ട്, യാഗത്തിനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ അബ്രഹാം പറയുന്ന മറുപടി? ആട്ടിൻകുട്ടിയെ കരുതണ്ടേ, ആട്ടിൻകുട്ടിയെ കൂടെ കൊണ്ടുപോകണ്ടേ, അത് ദൈവം കരുതിക്കൊള്ളും. അപ്പം നമ്മൾ ആ ഒരു പ്രോസസ്സ്, ആ ഒരു നടന്ന സംഭവം വളരെ വിശദമായി ഒന്ന് പരിശോധിക്കണം, പഠിക്കുമ്പോൾ അവിടെ പറയുന്നതാണ് അത് ദൈവം കരുതിക്കോളും. അപ്പം ദൈവം കത്തി കരുതിയില്ല, അത് ബാക്കി കാര്യങ്ങളെല്ലാം കരുതിയത് അബ്രഹാമാണ്. അബ്രഹാം തൻ്റെ വേലക്കാരെ കൊണ്ട് ചെയ്യിച്ചതാണ്. ആ കൂട്ടത്തിൽ ആട്ടിൻകുട്ടിയും കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകാത്ത എന്തുകൊണ്ടാണ്? ആ ആട്ടിൻകുട്ടിയെ യാഗമായി കൊടുക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ളത് കൊണ്ടാണ് കൊണ്ടുപോകാത്തത്. മാത്രമല്ല അവിടെ അബ്രഹാമിൻ്റെ മനസ്സിലെ വിശ്വാസം എന്താ പറയുന്നത്? അത് ദൈവം കരുതിക്കൊള്ളും. ആ ആട്ടിൻകുട്ടി ദൈവം കരുതിയത് നമ്മൾ കണ്ടു. ആട്ടിൻകുട്ടി ദൈവം കരുതിക്കൊള്ളും എന്ന് പറഞ്ഞാൽ തൻ്റെ മകനെ യാഗമായി കൊടുക്കേണ്ടി വരികയില്ല എന്നുള്ള അബ്രഹാമിൻ്റെ വിശ്വാസം അബ്രഹാമിൻ്റെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്, പ്രവൃത്തിയാലല്ല. പക്ഷേ പ്രവൃത്തി കൂടാതെ ആ വിശ്വാസം എങ്ങനെയാണ് അവിടെ പ്രകടിപ്പിക്കാൻ കഴിയുക? ആ പ്രവൃത്തി കൂടാതെ വിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയില്ല. അബ്രഹാം അത് ചെയ്തതുകൊണ്ട് അവൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെട്ടു. ആ വിശ്വാസമാണ് അബ്രഹാമിനെ ആ മോറിയാമലയുടെ മുകളിൽ വരെ 3 ദിവസത്തെ വഴിയാത്രയായി താനും തൻ്റെ മകനും കൂടെ നടന്നെത്തിയത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കും, അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവഴുത്തിന് നിവൃത്തിയായി. എങ്ങനെ നിവൃത്തിയായി? പ്രവൃത്തിയാൽ നിവൃത്തിയായി. അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേര് പ്രാപിക്കുകയും ചെയ്തു, അല്ലേ? അപ്പോൾ അങ്ങനെ അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനാകുന്നത് എങ്ങനെയാണ്? ഈ പ്രവൃത്തിയാലാണ്. ആ പ്രവൃത്തിയുടെ പിന്നിലുള്ള പ്രേരണ എന്താണ്? അത് അബ്രഹാമിൻ്റെ മനസ്സിലെ വിശ്വാസമാണ്. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ കാണുന്നു. അപ്പോൾ രാഹാബിനെ കുറിച്ച് അവിടെ പറയും. രാഹാബ് ഒരു കാര്യം, രാഹാബ് ഒന്നാമത് ഇസ്രായേലിയല്ല, സ്ത്രീയല്ല, അതിൽ കനാനിലെ സ്ത്രീയാണ്. അല്ലെങ്കിൽ എരിഹോവിൻ്റെ പട്ടണത്തിൽ, എരിഹോവിൻ്റെ മതിൽ താമസിക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു കനാനി സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം ഈ ജനത്തിന് കൊടുത്ത ജയങ്ങളൊക്കെ കേൾക്കുകയും ആ ജനം ഇങ്ങോട്ട് വരികയാണ്, അപ്പം ഞങ്ങളെല്ലാവരും അവർ കൊല്ലും, ആ ദൈവം അവരെ കൊണ്ട് ചെയ്യിക്കും, ദൈവം അവർക്ക് രക്ഷ കൊടുക്കും, ദൈവം അവർക്ക് ജയം കൊടുക്കും, ഇവിടുത്തെ രാജാവും തോൽക്കപ്പെടുകയുള്ളൂ എന്ന് വിശ്വസിക്കുകയാണ് ആ സ്ത്രീ. അപ്പം ആ സ്ത്രീയും വിശ്വസിച്ചത് കൊണ്ടാണ് തനിക്കൊരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് വന്ന ദൂതന്മാരെ സൂക്ഷിക്കുകയും അവരെ ഒളിച്ചു വയ്ക്കുകയും അവരെ തങ്ങളുടെ പടയാളികൾക്ക് വിട്ടുകൊടുക്കാതെ വേറൊരു വഴിയായിട്ട് അവരെ ഇറക്കി വിട്ടത്. അപ്പോൾ അതിലും എന്താണ് സംഭവിക്കുന്നത്? അവളുടെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം കൊണ്ട് ഉണ്ടായിരുന്നു നോക്കുമോ? ആ വിശ്വാസത്താൽ അവളൊരു പ്രവൃത്തി ചെയ്തത് കൊണ്ടാണ് നീ ഇവിടെ ഒരു ചുമന്ന ഇത് കെട്ടിയേക്കണം, ഞങ്ങൾ വരുമ്പം നീ ഈ ഒരു വീടിനെ ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളാം, നിൻ്റെ ബന്ധുക്കളെ, അപ്പനെ അമ്മയെ എല്ലാവരും ഇവിടെ കൂട്ടിക്കൊള്ളണം, ഞങ്ങൾ നിനക്ക് രക്ഷ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു രക്ഷ എന്ന് പറയുന്ന ഒരു ജീവരക്ഷയുടെ അവസ്ഥയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അവൾ ചെയ്ത ഒരു പ്രവൃത്തിയാണ്, അവരെ സംരക്ഷിച്ചതാണ്. ആ സംരക്ഷണം എവിടുന്നാണ്? ആ ഒരു പ്രവൃത്തിക്ക് പിന്നിലുള്ള പ്രേരണ എന്ന് പറയുന്നത് അത് ഇവരുടെ ദൈവം യഹോവയായ ദൈവമാണെന്നും ആ ദൈവം ഇവർക്ക് ഈ രാജ്യം കൊടുക്കുമെന്നും അവർക്ക് ജയങ്ങൾ കൊടുക്കുമെന്നും ഒക്കെയും വിശ്വസിക്കുന്നു. ആ യഹോവയിൽ വിശ്വസിച്ച വിശ്വാസമാണ് അവളെ കൊണ്ട് പ്രവൃത്തി ചെയ്തത്. അതിൻ്റെ അവസാനം നമ്മളിങ്ങനെ വായിച്ചു നിർത്തുന്നു. അപ്പം അതുകൊണ്ട് ആ രാഹാബും പ്രവൃത്തികളല്ലല്ലോ നീതീകരിക്കപ്പെട്ടത്. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കും. അപ്പോൾ ജീവനില്ലാത്ത ശരീരം എന്താണ് പറയുന്നത്? ജഡം എന്ന് പറയുന്നത്. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ജീവനില്ല. അതിനെന്താണ്? ജീവനില്ലാത്തത് കൊണ്ട് അത് മരിച്ചു എന്ന് പറയുന്ന പോലെ നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാണ്. അപ്പോൾ വിശ്വാസം ജീവനുള്ളതാകുന്നത് പ്രവൃത്തി കൊണ്ട് കൂടിയാണ്, അല്ലെങ്കിൽ പ്രവൃത്തിയാലാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്, ചത്ത വിശ്വാസം എന്നാണ് നമ്മൾ വായിക്കുന്നത്. 3 വായനാഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. താങ്കൾക്ക് ഈ വായനയും തുടർന്നുള്ള ചെറുവിവരണമൊക്കെയും പ്രയോജനപ്പെട്ടുവെന്ന് ദൈവനാമത്തിൽ വിശ്വസിക്കുകയാണ്.
തുടർന്നും നമുക്ക് വീണ്ടും പുതിയ വായന ഭാഗങ്ങളുമായിട്ട് ഇരിക്കാം. ദൈവം കാത്തു സൂക്ഷിക്കട്ടെ. ദൈവത്തിന് നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.